ഇന്നത്തെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വെള്ള ഒഴുവൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം. നമുക്കിത് പീര വെക്കണം. സാധാരണ ഞാൻ ചുമപ്പ് കളറിലാണ് പീര വെക്കാറ്, കൂടുതലും എരിവ് വേണ്ടതുകൊണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് ഉണ്ടമുളക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മളിന്ന് മഞ്ഞ കളറിൽ വെക്കാമെന്ന് വെച്ചു. കാരണം ഇതിന് നല്ല എരിവുണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ആ മുളക്, പിന്നെ ഒരു പകുതി സവോള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഉപ്പും പുളിയും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ആ പുറകെ തന്നെ നമ്മൾ തേങ്ങായും ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളറിലായിരുന്നു വെക്കുന്നത്. അപ്പോൾ വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മീനെ അതിനകത്തേക്ക് ഇട്ട് കേട്ടോ. എന്നിട്ട് അരപ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുടംപുളി ഉപ്പും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ, പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിനോട് കണക്കാക്കിയിട്ടാണ് അതിൽ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ അധികം ഇളക്കൊന്നും ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ നിന്ന് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വീണ്ടും കുറച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് കറിവേപ്പില ഇടും. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പം നമ്മുടെ വെള്ള ഒഴുവൽ പീര റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ.